കലോത്സവ നഗരിയിലെ മാലിന്യങ്ങൾ പെറുക്കി ശുചീകരിക്കുന്ന കൈകൾ കലോത്സവ വേദിയിലെ നൃത്തച്ചുവടുകൾക്കൊപ്പം താളം പിടിക്കുകയാണ്. ചെറുപ്പത്തിൽ കലയ്ക്കൊപ്പം സഞ്ചരിച്ചവർക്ക് ജീവിതം പ്രതിസന്ധിയായപ്പോൾ പാതി വഴിയിൽ മോഹങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി പുലർച്ചെ മുതൽ അധ്വാനിക്കുമ്പോഴും വല്ലപ്പോഴും വീണുകിട്ടുന്ന ചെറിയ ഇടവേളകളിൽ അവർ വേദികളിലേക്ക് ഓടിയെത്തും. കലോത്സവ നഗരിയിലെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കും. പാതിയിൽ മുറിഞ്ഞുപോയ കലാസ്വപ്നങ്ങളെ മോഹങ്ങളും വാക്കുകളും കൊണ്ട് തുന്നിച്ചേർക്കാൻ ശ്രമിക്കും. ഭക്ഷണം കഴിക്കുന്ന ഇടവേളകളിലും കലോത്സവ നഗരിയിലെ കലാപരിപാടികൾ തന്നെയാണ് ഇവർക്ക് സംസാര വിഷയം. നിങ്ങൾ കുറച്ചുപേര് അവിടുന്ന് മത്സരമൊക്കെ കാണുന്നുണ്ടോ? എല്ലാരും ഇങ്ങനെ കാണാൻ സമയം കിട്ടാറുണ്ടോ? കിട്ടുന്ന സമയത്ത് പോയി കാണുന്നുണ്ട്. ജന്മകാരിണി ഭാരതം കർമ്മവീരിണി ഭാരതം. ജീവിതം തീർത്ത പ്രാരാബ്ദം കലയെന്ന സ്വപ്നത്തിന് വിലങ്ങ് തടിയായെങ്കിലും ഉള്ളിലുള്ള കലാബോധത്തെ ഉപേക്ഷിക്കാൻ അവർ ഒരുക്കമല്ല. ഈ മനുഷ്യർക്ക് കലോത്സവ വേദികൾ ഉപജീവനത്തിനും സേവനത്തിനുമുള്ള ഇടം മാത്രമല്ല, വീണ്ടും വീണ്ടും കലയെ നെഞ്ചേറ്റാനുള്ള പ്രചോദനം കൂടിയാണ്. കിട്ടുന്ന ഇടവേളകളിൽ പാടിയും പറഞ്ഞും അവർ വീണ്ടും ആ മോഹത്തെ ഒപ്പം കൂട്ടുകയാണ്. മത്സരിക്കാൻ തോന്നുന്നുണ്ട്, ബാല്യകാലം ഓർക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ കൊച്ചു കൊച്ചു പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം പറ്റൂല, ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞില്ലേ. പോണമെന്ന് തോന്നുന്നുണ്ട്, മക്കളെ അങ്ങോട്ട് നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കലോത്സവ വേദിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന കൗമാര പ്രതിഭകളിലേക്ക് കാണികളും മാധ്യമങ്ങളും ശ്രദ്ധയൂന്നുമ്പോഴും ആ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ശുചീകരണ തൊഴിലാളികൾ അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. കലോത്സവ നഗരികളെ അതിമനോഹരിയാക്കാൻ നിരന്തരം യത്നിക്കുമ്പോഴും അവരുടെ മനസ്സും പറയുന്നുണ്ട്, ഞങ്ങളും കലാകാരന്മാരാണ്. ഈ കലോത്സവം ഞങ്ങൾക്ക് പ്രത്യാശയുടെ വേദി കൂടിയാണ്. ക്യാമറ പേഴ്സൺ പോൾ തോമസിനൊപ്പം റിയാസ് KMR, ടീം കേരള വിഷൻ ന്യൂസ്.